എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രചനയ്ക്ക് ആകെ ദേഷ്യമാണ്. അതുകൊണ്ട് രചന പറയുന്നുണ്ട്, ലാസ്റ്റ് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ഒരു ഭാര്യ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ അവൻ്റെ ഭാര്യ ഇഷിത കാണിച്ചു തരുമെന്ന്. ഇനിയിപ്പോൾ അവൻ വല്ലോ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ എൻ്റെ മകളെ എനിക്ക് ഇനി ഒരിക്കലും കിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തില്ലേ, എനിക്കിനി എൻ്റെ ചിപ്പിമോളെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ്, ഇങ്ങനെ പോയാൽ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് വെച്ചത് എന്നിങ്ങനെ പറയുമ്പം ആകാശ് ചോദിക്കുന്നുണ്ട്, മകൻ്റെ കാര്യം സേഫ് ആണല്ലോ, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം ഇഷിത ചോദിക്കുന്നുണ്ട്, രചന ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് ആകാശിന് അറിയാലോ, കോടതി പറഞ്ഞുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇങ്ങനെ മകൻ ഇങ്ങനെ എപ്പോഴും പറയാതെ രചന, അത് നമ്മൾ രഹസ്യമാക്കി വെച്ചേക്കുന്നതല്ലേ എന്നൊക്കെയാണ് ആകാശ് ചോദിക്കുന്നത്. ഇതിനിടയ്ക്ക് നടന്നേക്കുന്ന സംഭവം എന്താണെന്ന് ഏതായാലും നമുക്കറിയില്ല. മഹേഷിൻ്റെ കുട്ടി തന്നെ ആയിരിക്കാം, അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ കുട്ടി പോകുമോ എന്ന് സംശയിക്കുകയും പേടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആകാശിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ലല്ലോ. ഏതായാലും അതിനുശേഷം ആകാശ് പറയുവാണ്, നീ എന്നെ ഇട്ടിട്ട് പോകരുത്, നീയാണ് എൻ്റെ ബലം, നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിനക്കറിയത്തില്ലേ, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും, അതിനു വേണ്ടിയാണ് ഞാൻ, നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്, എന്നിട്ടും നീ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹോരോ അങ്ങ് പറയുവാണ്. അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ രചനയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയ രചന നേരെ തിരിച്ച് കയറിപ്പോവും. അന്നേരം ആകാശം മനസ്സിൽ ഓർക്കുവാണ്, വെറും വിഡ്ഢിയാണ് അവൾ എൻ്റെ സ്നേഹം വളരെ സത്യസന്ധമാണെന്ന് അങ്ങ് വിശ്വസിച്ചേക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരു പുച്ഛച്ചിരിയോടെ നിൽക്കുവാണ്. പിന്നെ മഹേഷിനെയാണ് കാണിക്കുന്നത്. മാഷ് കടയിൽ പോയിട്ട് വരുമ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരുന്നേക്കും മഹേഷ് അങ്ങോട്ട് വന്നിട്ട്, ഇങ്ങോട്ട് മാഷ് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ അത് മേടിക്കും. അന്നേരം കയ്യിലൊരു ഗിഫ്റ്റ് പാക്കറ്റ് ഉണ്ട്, അന്നേരം അതുകൂടെ ഞാൻ പിടിക്കാമെന്ന് പറയുമ്പോൾ, ഓ ഇത് വേണ്ട, ഇത് പിടിക്കണ്ടെന്ന് പറയുമ്പോൾ, എന്താ മാഷ വിളിക്കുന്നത്, അതിനെന്തോ കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ പറയും. അന്നേരമാണ് പറയുന്നത്, നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, അതിന് പ്രിയാമണിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചതാണ് എന്ന് പറയും. അന്നേരം ആഹാ അങ്ങനെ ഒരു വിശേഷമുണ്ട്, എങ്കിങ്ങ് വന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ ഇപ്പോൾ ഒരു സോഫയിലിരുന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മഹേഷ് ചോദിക്കുന്നുണ്ട്, സാധാരണ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കാറുള്ളത് എന്ന്. അന്നേരം മാഷ് പറയും, ഞാൻ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കും, വിഷ് ചെയ്യും, അതുപോലെ പ്രിയാമണി തിരിച്ചും വിഷ് ചെയ്യും എന്നൊക്കെ പറയുമ്പം മഹേഷ് ചോദിക്കുന്നുണ്ട്, തിരിച്ച് ഗിഫ്റ്റ് തരാറില്ലേന്ന്. അന്നേരം തിരിച്ച് ഗിഫ്റ്റ് തരാറൊന്നുമില്ല, തന്നെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് എന്ന് മാഷ് പറയും. അന്നേരം മഹേഷ് പറയും, അങ്ങനെയല്ലല്ലോ മാഷേ, ഒരാൾ ഇങ്ങോട്ട് ഗിഫ്റ്റ് തരുമ്പം അങ്ങോട്ട് തിരിച്ചും കൊടുക്കണം, എങ്കിലല്ലേ ശരിയാവുകയുള്ളൂ, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ പ്രാവശ്യം മാഷ് ഒരു കാര്യം ചെയ്യേ, മാഷ് ആദ്യം അങ്ങോട്ട് വിഷ് ചെയ്യേണ്ട, അന്നേരം ഇങ്ങോട്ട് വന്ന് വിഷ് ചെയ്യുമെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ എന്ന് പറയും. അന്നേരം മാഷ് പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, ഞാൻ വിഷ് ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വിഷ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പം, എങ്കിൽ നമുക്കൊന്നറിയാം, ഈ ഒരു കാര്യത്തിൽ മാഷ് തോറ്റു പോകത്തുള്ളൂ, സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ കൊണ്ട് ഓരോന്ന് നേടിയെടുക്കുകയുള്ളൂ, അല്ലാതെ അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുവാണ് മഹേഷ്. ഈ സമയം നമ്മുടെ സുചിത്ര ഇപ്പുറത്ത് പോയിട്ട് വന്നിട്ട് പ്രിയാമണിയുടെ അടുത്തോട്ട് ചെല്ലുമ്പം പറയുവാണ്, അവിടെ ഭയങ്കര സ്നേഹത്തിലാണ് ഇഷിതയും മഹേഷും കൂടെ, ഇഷിത എൻ്റെ ഉയിരാണ് എന്നൊക്കെ മഹേഷ് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം പ്രിയാമണിക്ക്. പ്രിയാമണി, എനിക്കിത് കേട്ടാൽ മതി, എനിക്ക് സന്തോഷമായി, നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ ഞാൻ ചോദിക്കുവാണ് അതിൻ്റെ സന്തോഷത്തിൽ. അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി പ്രിയാമണി പോകുമ്പോഴേക്കും അങ്ങോട്ട് ഇഷിത വരും. എന്നിട്ട് ജ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ, അവൾക്ക് അമ്മ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമൊന്നും വേണ്ട, തന്നെ വേണം ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് പറയും. അന്നേരം സുചിത്ര പറയുന്നുണ്ട്, ചേച്ചി ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ അവസ്ഥയിലൊന്ന് എത്തിച്ചത്, അതുകൊണ്ട് ജ്യൂസ് എടുക്കട്ടെ വിളയമ്മ എന്ന് പറയും. ജ്യൂസ് എടുക്കാൻ പോകുന്നതിനിടയ്ക്ക് ഇഷിത ചോദിക്കുന്നുണ്ട്, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നാളെ, എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം ഭയങ്കര നാണത്തോടെ പറയുന്നുണ്ട് പ്രിയാമണി, രാത്രിയാകുമ്പം കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്യും, മുല്ലപ്പൂ തലയിൽ വെച്ച് കൊടുക്കും, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് എന്ന് പറയും. അതുപോലെ ഈ തവണ ആദ്യമായിട്ട് പ്രിയാമണി തിരിച്ചു ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ഇവർ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നെങ്കിൽ ഭയങ്കര നാണം വരുവാണ് പ്രിയാമണിക്ക്. ഏതായാലും രാത്രിയാകുന്നു, 12 മണി ആകുന്ന സമയത്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണി. മാഷി ഇപ്പം ഇങ്ങോട്ട് വിഷ് ചെയ്യും എന്ന് ഓർത്തിരിക്കുകയാണ് 12 മണിയായപ്പം, പക്ഷേ മാഷ് അനങ്ങുന്നില്ല. അന്നേരം പ്രിയാമണി ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, മാഷ് പോയി ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരുന്നു, തലയിൽ പൂ വെച്ച് കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, ഇതൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മാഷ് വെറുതെ അവിടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഗിഫ്റ്റൊന്നും കൊടുത്തില്ല. അന്നേരം ദേഷ്യം വന്ന് മാഷിനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോകട്ടോ, നിങ്ങൾ പുസ്തകം വായിക്കുന്ന കഥ എഴുതാനാണോ, അങ്ങനെ ഇങ്ങനെയാണ്, ഭാര്യയുടെ ഫീലിങ്സ് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്.
അന്നേരം മാഷ് തിരിച്ചും പറയും സ്ത്രീകൾക്ക് മാത്രം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മാത്രമല്ല ഫീലിങ്സ് ഉള്ളത്, ആണുങ്ങൾക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ പൊരിഞ്ഞ അടിയാട്ടോ. നേരം വെളുത്ത് കഴിയുമ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെയാണ് പ്രിയാമണി. ചായ എടുക്കുമ്പോഴും ഒക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കാൻ ഞാൻ വേണം, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും മാഷിന് അറിയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മാഷ് പുറത്ത് പോയിട്ട് പത്രം എടുത്തിട്ട് വന്ന് കഴിയുമ്പം ചായ വേണമെന്ന് പറയും. ചായക്ക് മധുരമില്ലാതെ എടുത്തുകൊണ്ട് കൊടുക്കും. അതിൻ്റെ പേരിൽ ഇതുങ്ങൾ രണ്ടും കൂടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇഷിത വരും. എന്നിട്ട് ഇഷിത ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊരു നല്ല ദിവസമായിട്ട് എന്ത് പറ്റി എല്ലാവരും രണ്ടും കൂടെ വഴക്കുണ്ടാക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കും. അന്നേരം മാഷ് പറയുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവൾക്ക് എന്നോടൊരു വിഷസ് പറയാൻ മേലെ എന്ന് ചോദിക്കും. അന്നേരം പ്രിയാമണി, എല്ലാ പ്രാവശ്യവും മാഷല്ലേ അങ്ങനെ ചെയ്യുന്നത്, മാഷിന് ചെയ്താനായിരുന്നു, മാഷ് എന്തിനാ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം അറിയാതെ പറഞ്ഞു പോവാണ് മാഷ്, ഇത് തന്നെയാണ് മഹേഷ് പറഞ്ഞത്, ഒരിക്കലും സ്ത്രീകൾ നമ്മളോടൊന്നും നമുക്കൊന്നും ഇങ്ങോട്ട് ചെയ്തു തരില്ല, നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് നേരാണ് എന്ന് പറയുമ്പോൾ, ആഹാ മഹേഷ് അങ്ങനെ പറഞ്ഞോ, എങ്കിൽ ഞാനത് മഹേഷിനോട് ചോദിച്ചോളാം എന്ന് പറയും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അമ്മ ഈ പ്രാവശ്യം മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്ന ആ ഗിഫ്റ്റിങ് എടുത്തുകൊണ്ട് പോവാ അമ്മയെന്ന് പറയും. അന്നേരം മാഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഏതായാലും രണ്ടുപേരും പോയി ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരുന്നു. മാഷ് കാലയിൽ കൊലുസിട്ട് കൊടുക്കുന്നു. ഒരു മാലയായിരുന്നു പ്രിയാമണി മേടിച്ചത്, അത് മാഷിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇഷിത രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്തിട്ട് രണ്ടുപേരോട് അത് എക്സ്ചേഞ്ച് ചെയ്ത് വിഷസ് പറയാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.